ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ലാത്തിചാർജിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അടക്കം നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. പോലീസിന് നേരെയും കല്ലേറുണ്ടായി. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് ഉദ്യോഗസ്ഥൻ സന്ദീപിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലേക്കായിരുന്നു മാർച്ച്. ബാരിക്കേഡ് മറിച്ചിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമായി. സമരക്കാർ പോലീസിന് നേരെ കല്ലേറ് നടത്തി. പിന്നാലെ പോലീസ് ലാത്തി വീശി. ലാത്തിചാർജിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിന് ഉൾപ്പെടെ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. പ്രതിഷേധം തുടരുമെന്നും പിണറായിയെ ചെരുപ്പുമാല അണിയിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു. പിണറായി വിജയൻ കടന്നു വരുമ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കും വലിയ പൂമാലയായിരിക്കും തിരുവനന്തപുരത്ത് കിട്ടാൻ പോകുന്നത് എന്നാണ്. കേരളത്തിലെ പിണറായി വിജയനും ഇടതുപക്ഷവും ആഗ്രഹിക്കണമെങ്കിൽ ഞാനിപ്പോൾ പറയുന്നു, കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പിണറായി വിജയന് ചെരുപ്പുമാല തയ്യാറാക്കി. സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് സന്ദീപിന്റെ വീടിന്റെ മുൻപിൽ സുരക്ഷ ശക്തമാക്കി. മാർച്ച് എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മുതൽ സന്ദീപിന്റെ വീടിന് ഡിവൈഎഫ്ഐ പ്രവർത്തകരും കാവൽ നിന്നു. പ്രതിഷേധം കണക്കിലെടുത്ത മുഖ്യമന്ത്രിയുടെ ഗൺമാനും പോലീസുകാർക്കും അധിക സുരക്ഷയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ചവർക്ക് നേരെ ആക്രമണ സാധ്യതയെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം സിറ്റി കമ്മീഷണറുടെ ഉത്തരവ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.